പാലാ സെന്റ് തോമസ് കോളേജിൽ മെഗാ തൊഴിൽമേള നടന്നു. പാലാ സെന്റ് തോമസ് കോളേജും കേരള സംസ്ഥാന യുവജന കമ്മീഷനും കോട്ടയം ജില്ലാ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് എംപ്ലോയബിലിറ്റി സെന്ററും സംയുക്തമായാണ് സെന്റ് തോമസ് കോളേജ് ക്യാമ്പസിൽ വെച്ച് ദിശ കരിയർ എക്സ്പോ സംഘടിപ്പിച്ചത്. മെഗാ തൊഴിൽമേളയിൽ പങ്കെടുക്കാൻ നിരവധി വിദ്യാർത്ഥികളാണ് എത്തിയത്. ജോസ് കെ മാണി എം പി മെഗാ തൊഴിൽമേള ഉദ്ഘാടനം ചെയ്തു. ആത്മീയതലത്തിലുള്ള വളർച്ചയിലുള്ള ആ പിന്തുണയ്ക്കൊപ്പം അതോടൊപ്പം തന്നെ ഏറ്റവും വലിയൊരു എംപ്ലോയറാണ് ഞാൻ കാണുക. കാരണം നമ്മൾക്ക് ഇവിടെ കാണുന്ന ഓരോ പുരോഗതിയും നമ്മുടെ സമൂഹത്തിൽ അതിന് പിന്നിൽ അദ്ദേഹത്തിൻ്റെ കാര്യമുണ്ട്. ഇപ്പോൾ ഈ മെഡിസിറ്റി തന്നെ എടുക്കുകയാണ്, തൊട്ടടുത്തുള്ള പലരും പല സ്ഥലത്തിൽ നിന്നുണ്ടാകാം. ഒരു ആശുപത്രി തുടങ്ങുവാൻ, ഒരു മൾട്ടി സ്പെഷ്യാലിറ്റി ആശുപത്രി തുടങ്ങുവാനുള്ള ബുദ്ധിമുട്ട് കഠിനാധ്വാനം എത്രയുള്ളത് നമുക്കറിയാം. പക്ഷെ ആ ആശുപത്രി തുടങ്ങുന്നത് മാത്രമല്ല, അതിൻ്റെ പിന്നിൽ രോഗികളെ ചികിത്സിപ്പിക്കുക മാത്രമല്ല, ഇപ്പോൾ തന്നെ 2000-ലധികം ആളുകൾക്ക് അവർ തൊഴിലുണ്ട്. ഇത് പറയുമ്പോൾ തന്നെ നമ്മുടെ സമൂഹത്തെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുവാനായിട്ട് കഴിഞ്ഞ ഏതാനും വർഷങ്ങൾക്ക് ഇടയ്ക്ക് തന്നെ 1000-ൽ പരം വീടുകൾ പാവങ്ങൾ വെച്ചു കൊടുക്കാൻ കഴിയും. ഞാൻ വീടുകൾ മാത്രമല്ല, അതുമായി ബന്ധപ്പെട്ടുള്ള ആ എംപ്ലോയി അവർക്കുള്ള തൊഴിൽ ലഭിക്കുന്നത് എത്രമാത്രമാണ് എന്നുള്ളത് ഞാൻ ഓർത്തുപോയത്. ഈ കോളേജും സ്കൂളുകളുമായി ബന്ധപ്പെട്ട 3000-ഓളം വരുന്ന അധ്യാപകർ. അപ്പോൾ തീർച്ചയായും പിതാവിൻ്റെ ഒരു താല്പര്യം നമുക്കറിയാം. ഇതിലേക്ക് ഇവിടെ വെച്ച് നമ്മുടെ ഏറ്റവും കൂടുതൽ നമ്മുടെ യുവാക്കൾക്ക് ഏറ്റവും നല്ല ജോലി ലഭിക്കുവാൻ വേണ്ടിയിട്ട് ഉള്ള ഒരവസരം ലഭിക്കുകയാണുള്ളത്. ഞാൻ പ്രത്യേകം സെന്റ് തോമസ് കോളേജിനെയും അതോടൊപ്പം തന്നെ ഇവിടെ തളത്തിലച്ഛനെ ഉൾപ്പെടെയുള്ളവരുണ്ട്, ഇതിനെല്ലാം ഒക്കെ ഇതിൻ്റെ കാര്യങ്ങൾ നോക്കുന്നത്. പാലാ രൂപതാധ്യക്ഷന്മാർ ജോസഫ് കല്ലറങ്ങാട്ട് അധ്യക്ഷനായിരുന്നു. കോളേജ് മാനേജർ റവറന്റ് ഫാദർ ഡോക്ടർ ജോസഫ് തടത്തിൽ, കോളേജ് പ്രിൻസിപ്പൽ റവറന്റ് ഡോക്ടർ ജെയിംസ് ജോൺ, പാലാ മുനിസിപ്പൽ ചെയർപേഴ്സൺ ഷാജു വി ദുരത്തൻ, യൂത്ത് കമ്മീഷൻ മെമ്പർ അഡ്വക്കേറ്റ് അബേഷ് അലോഷ്യസ്, കോട്ടയം ഡിസ്ട്രിക്ട് എംപ്ലോയ്മെന്റ് ഓഫീസർ സജയൻ ജി, വൊക്കേഷണൽ ഗൈഡൻസ് എംപ്ലോയ്മെന്റ് ഓഫീസർ ഗോപകുമാർ പി ടി, മുനിസിപ്പൽ കൗൺസിലർ ജിമ്മി താഴതൽ, കോളേജ് CHRD കോർഡിനേറ്റർ ജിബിൻ രാജ തുടങ്ങിയവർ സംസാരിച്ചു. 2000-ലധികം യുവതി യുവാക്കൾ പങ്കെടുത്ത മേളയിൽ 50ഓളം കമ്പനികളാണ് ഉദ്യോഗാർത്ഥികൾക്കായി തൊഴിലവസരങ്ങളുമായി എത്തിയത്.